Hi friends, എല്ലാവർക്കും റിഫ്ലക്ഷൻസ് കാർക്കാരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളത് ഒരു Kia Seltos ആണ്. ഈ സെൽട്ടോസിൽ വരുന്നത് പ്രൊജക്ടർ വിത്ത് ഹാലജൻ ആണ്. പ്രൊജക്ടർ ലെൻസ് അതിൻ്റെ ബാക്കിൽ ഹാലജൻ ബൾബാണ് വരുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ അതിന് വെളിച്ചം കുറവാണ്. ഹെഡ്ലൈറ്റിൻ്റെ പെർഫോമൻസ് കുറവാണ്. ഈ ഹാലജൻ ബൾബ് പ്രൊജക്ടറിൽ വരുമ്പോൾ വെളിച്ചം കുറവാണ്. കാരണം പ്രൊജക്ടർ ലെൻസ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് HID ബൾബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഈവൻ അതിൻ്റെ അകത്തൊരു LED ഇട്ടാൽ പോലും ഒരു കറക്റ്റ് ഫോക്കൽ ലെങ്ത്ത് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ ഫുൾ പെർഫോമൻസ് ആ LEDയുടെ പെർഫോമൻസ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൊജക്ടറിൻ്റെ അകത്ത് ഹാലജൻ ബൾബ് അല്ല, LED അല്ല, പകരം HID തന്നെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് കറക്റ്റ് മാച്ച് ആവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓസറാമിൻ്റെ 4200 കെൽവിൻ്റെ വാം കളർ ടെമ്പറേച്ചറുള്ള ഒരു HID പ്രീമിയം കിറ്റാണ്. അപ്പോൾ അത് ആ വാഹനത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പെർഫോമൻസും ബിഫോർ ആഫ്റ്റർ പെർഫോമൻസും നമുക്ക് മെഷർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കതൊന്ന് മനസ്സിലാക്കാം എന്ത് ചേഞ്ച് വരുന്നു എന്നുള്ളത്. ഇതാണ് നമ്മളിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന Kia Seltos കാർ. ഇതിൻ്റെ ലോ ബീം ആൻഡ് ഹൈ ബീം വരുന്നത് ഒരു ഒറ്റ ബൾബിലാണ്, ഷട്ടർ മെക്കാനിക്സാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിൽ കാണുന്നത് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഹാലജൻ ബൾബിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ലോ ബീമിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം റൈറ്റ് സൈഡിൽ കുറച്ച് വെളിച്ചം കൂടുതൽ, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കുറവാണ്. അപ്പോൾ അതൊരു പ്രോജക്ടറിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. എന്തായാലും നമുക്കിതിനെ ലെക്സ് മീറ്ററിലൊന്ന് മെഷർ ചെയ്യാം എത്ര ലെക്സസ് ആണ് അതിൻ്റെ അത് ലൈറ്റ് ഔട്ട്പുട്ട് വരണമെന്നുള്ളത്. നമുക്കിവിടെ കിട്ടുന്നത് 1400 ലെക്സസ് ആണ്. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് അപ്ഗ്രേഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു 35 വാട്ട് ഓസ്രാമിൻ്റെ HID ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്ത് പെർഫോമൻസ് ചേഞ്ച് വന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം. എങ്കിൽ കൂടെ അതൊന്ന് ലെക്സ് മീറ്റർ വെച്ച് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഇതൊരു 3000 ലെക്സസിലേക്ക് നമ്മുടെ ലോ ബീം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ഒരു 1400 ലെക്സസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 3000 ലെക്സസിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ ഹൈ ബീമിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ നമ്മളിവിടെ മെഷർ ചെയ്യാനായിട്ട് വിട്ടുപോയി. കാരണം ഒരു കുറച്ച് തിരക്കിലായിരുന്നു ഈ വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരു 5700 ലെക്സസിലേക്ക് നമ്മുടെ ഹൈ ബീം ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നതും ഈ ഒരു ചേഞ്ച് തന്നെയാണ്. 5700 റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു റോഡ് ടെസ്റ്റ് നോക്കാം. ഇതിൽ ഔട്ട്സൈഡ് റോഡിൽ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ കിട്ടുന്നതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും ഒരു അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റ് മെത്തേഡിൽ കൂടെ കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് നേരെ കാണണമെങ്കിൽ റോഡിൽ ഓടിച്ച് നോക്കണം. അപ്പോൾ നമ്മളിവിടെ റോഡിൽ ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ ആദ്യമേ കണ്ടൊരു പോരായ്മ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് കുറച്ച് അടുത്താണ് ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ലൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമ്മളത് തിരികെ പോയിട്ട് വീഡിയോയെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തത്. ആ ഒരു പോരായ്മ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളിവിടെ ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത്, അതായത് ലൈറ്റിൻ്റെ കട്ട് ഓഫിന് താഴേക്ക് വളരെ ഭംഗിയായിട്ട് വെളിച്ചം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ ഒരു ലൈറ്റിലുള്ള വേരിയേഷൻ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലുള്ള വേരിയേഷൻസ് ഒന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ഹൈ ബീമിൻ്റെ ത്രോ ആണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ആ ലോ ബീമിലുള്ളൊരു പ്രശ്നം മാത്രമാണ് ഇവിടെ ഉള്ളൂ. അത് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിരുന്നു, ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണെന്ന് മാത്രം. അപ്പോൾ അതിനുശേഷം പിന്നെ വീണ്ടും ഒരു സമയക്കുറവ് മൂലം ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ സാധിച്ചില്ല. ഒരു ചെറിയൊരു റൈഡും പോയി പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓസ്രാമിൻ്റെ ഒരു പ്രീമിയം HID കിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൾബ് കൂടി ഇനി വരാനുണ്ട്. നമ്മളുടെ ഒരു പ്രത്യേക ബ്രാൻഡാണ് വരുന്നത്. നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിൽ ഇതിനേക്കാളും കൂടുതൽ പെർഫോമൻസ് ഉള്ളതാണ് 55 വാട്ടുള്ള ഒരു ബെള്ളാസ്റ്റും ബൾബ് സെറ്റുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത് അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോകളിൽ നമുക്കതിൻ്റെ പെർഫോമൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.